നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് തന്നെ വളരെ ദോഷ സമയമായിരുന്നു. ചെയ്യുന്ന ഒരു കാര്യങ്ങളും വിജയിക്കാതിരിക്കുകയും വളരെ അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കേണ്ട അവസ്ഥ വരികയും മാനസികമായിട്ട് കണ്ടുപോകാനും ടെൻഷൻ അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയമാണിപ്പം. കാരണം എന്താ വെച്ചാൽ ഈ മാസത്തിൽ 2ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത് 4ാം ഭാവത്തിൽ നിൽക്കുന്നു. 5ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ 5ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയുണ്ട്. 3ൽ ഇഷ്ടസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. അതേപോലെ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തും കർമാധിപതി രക്ഷാസ്ഥാനത്തുമാണ്. എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് തന്നെ രാജയോഗമുള്ളൊരു മാസമാണ്. ഈ മാസത്തിൽ പൊതുവെ രക്ഷപ്പെടാൻ പറ്റുന്ന എല്ലാ രീതിയും കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും കർമാധിപതി ധനസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും തൊഴിൽ സാമ്പത്തികമായി നല്ല വർധനവുണ്ടാകുകയും ചെയ്യാൻ യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് നല്ല സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ ഭൗതിക സുഖങ്ങളും മനസ്സിലാഗ്രഹിക്കുന്ന സുഖങ്ങളൊക്കെ തന്നെ നേടാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. പിന്നെന്താണ് കുഴപ്പം? ലഗ്നത്തിലാണ് ചൊവ്വ. ലഗ്നേ കുജേ ക്ഷേതധനു എന്നാണ്. അതായത് ശരീരത്തിന് ചതവ് കിട്ടുക, തലവേദന, ശക്തമായ തലവേദന ഉണ്ടാകുക, എടുത്തിയാട്ടം കൂടുക, പെട്ടെന്ന് കാര്യങ്ങൾ ചിന്തിക്കാതെ തീരുമാനമെടുത്ത് പ്രവർത്തിയെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദോഷമാണ്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, അതേപോലെ തന്നെ അഭിഷേകം, ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതി സ്വന്തമായിട്ട് തൊഴിലെടുക്കുകയാണെങ്കിൽ ആ തൊഴിലിൽ വിജയിക്കും. മറ്റൊരാളുടെ കീഴിലാണ് തൊഴിലെടുക്കുന്നതെങ്കിലും സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. എപ്പോഴും സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഘടകാരകനായിരിക്കുന്ന കേതു 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ പാപേ ഭാതൃകതയെ സഹായ വിഗമ എന്ന് പറയുന്ന സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ പെരുമാറ്റം നമുക്ക് വിപരീതമായിട്ട് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെ, വിപരീതമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്ന നമ്മൾ. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് നാഗപൂജയും അതേപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജയും രാഹു പൂജയും ശനി പൂജയും ചെയ്യുക. കാരണം കണ്ടക ശനിയുടെ ഒരു ദോഷമുണ്ട്. അപ്പോൾ ഉത്സാഹം, നല്ല ശൗര്യം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പ്രതിഫലം കിട്ടുന്ന സമയത്ത് ഈ കണ്ടക ശനിയുടെ ദോഷമുള്ള കാരണം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം കിട്ടാതെ വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത കണ്ടക ശനി ദോഷമുള്ളത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജ, കേതു പൂജ, ശനി പൂജ, ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.